നിങ്ങളിപ്പോൾ വിദേശത്തു നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ വിലയുടെ കൂടെ ഒരു കസ്റ്റംസ് തീരുവ വരാറുണ്ടല്ലോ. അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോ ഈ തീരുവ ഒഴിവാക്കാൻ വല്ല വഴിയുമുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ്. അതെ, ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് 1962 കസ്റ്റംസ് നിയമത്തിലെ 5-ാം അധ്യായമാണ്. കസ്റ്റംസ് തീരുവ എങ്ങനെ ചുമത്തുന്നു, എപ്പോഴൊക്കെ അതിൽ നിന്ന് ഒഴിവ് കിട്ടുമെന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. ശരിയാണ്. നമ്മുടെ കയ്യിലുള്ളത് 2025 സെപ്റ്റംബർ 16 വരെയുള്ള ഭേദഗതികളൊക്കെയുള്ള കസ്റ്റംസ് നിയമത്തിന്റെ ഏറ്റവും പുതിയ ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു ഇറക്കുമതിക്കാരനോ കയറ്റുമതിക്കാരനോ ആകട്ടെ, അല്ലെങ്കിൽ ഈ ടാക്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെറുതെ അറിയാൻ താല്പര്യമുള്ള ആളും ആകട്ടെ, എല്ലാവർക്കും ഉപകാരപ്പെടും. എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുവ ഈടാക്കുന്നത്? ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ തുകയൊക്കെ നിശ്ചയിക്കുന്നത്? ഇനി അടച്ച പൈസ വല്ലതും തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതെ, ഇതൊക്കെ അറിയണ്ടേ? നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോഴാണ് ഈ കസ്റ്റംസ് തീരുവ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്? നിയമത്തിലെ സെക്ഷൻ 12 ഇതിനെക്കുറിച്ചാണോ പറയുന്നത്? അതെ, സെക്ഷൻ 12 ആണ് ഇതിന്റെ ഒരു അടിത്തറ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇന്ത്യയിലേക്ക് എന്ത് സാധനം ഇറക്കുമതി ചെയ്താലും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എന്ത് സാധനം കയറ്റുമതി ചെയ്താലും അതിന് കസ്റ്റംസ് തീരുവുണ്ടാവും. ഓക്കേ. പക്ഷേ ഈ നിയമത്തിൽ തന്നെ ചിലപ്പോൾ ചില ഇളവുകൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇളവൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 1975 കസ്റ്റംസ് താരിഫ് നിയമമുണ്ട്. അതിൽ പറയുന്ന റേറ്റ്, അല്ലെങ്കിൽ നിലവിലുള്ള വേറെ വല്ല നിയമത്തിലും റേറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ നിരക്കിൽ നമ്മൾ തീരുവ കൊടുക്കണം. ഒരു മിനിറ്റ്, അപ്പോൾ ഈ ടാക്സിന്റെ റേറ്റ് എത്ര ശതമാനം എന്നുള്ളത് ഈ 1962 നിയമത്തിലല്ല ഉള്ളത്, അത് വേറെ നിയമത്തിലാണോ? അതെ, അതാണ് കാര്യം. 1962 കസ്റ്റംസ് നിയമം ഒരു ഫ്രെയിംവർക്കാണ് തരുന്നത്. അതായത് എങ്ങനെ തീരുവ ചുമത്തണം, എപ്പോ ചുമത്തണം, ഏത് വിലയിന്മേ ചുമത്തണം എന്നൊക്കെയുള്ള നിയമങ്ങൾ. പക്ഷേ ഓരോ സാധനത്തിനും സ്പെസിഫിക് ആയിട്ട് എത്ര ശതമാനം ടാക്സ് ആണ് എന്നുള്ള ആ നിരക്കുകളുണ്ടല്ലോ, അത് 1975 കസ്റ്റംസ് താരിഫ് നിയമത്തിലാണ് വിശദമായി കൊടുത്തിരിക്കുന്നത്. ഓക്കേ. അപ്പോ തിരുവ ചുമത്തുന്നത് ഒരു മൂല്യത്തിന്മേലാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ മൂല്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ആ വില അനുസരിച്ചല്ലേ ടാക്സ് വരുന്നത്. സെക്ഷൻ 14 ഇതാണോ വിശദീകരിക്കുന്നത്? തീർച്ചയായും. സെക്ഷൻ 14 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന മൂല്യത്തെ ബേസ് ചെയ്തിട്ടാണല്ലോ. സാധാരണയായിട്ട് നമ്മൾ നോക്കുന്നത് ട്രാൻസാക്ഷൻ വാല്യൂ ആണ്. ട്രാൻസാക്ഷൻ വാല്യൂ? അതെ. അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലേക്കൊരു സാധനം ഇറക്കുമതി ചെയ്യാൻ വാങ്ങുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ കൊടുത്ത വില അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്ന വില, അതാണ് ബേസിക് ആയിട്ടുള്ള മൂല്യം. അതിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നിയമപ്രകാരം ഉണ്ടാവാം. പക്ഷേ ഇത് സാധാരണ കച്ചവടക്കാർ തമ്മിലുള്ള ഒരു നോർമൽ ഡീലായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും പ്രത്യേക ബന്ധം വെച്ചിട്ടോ അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഇടപാടാകരുത്. ഇനിയിപ്പോ ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിലോ, സാമ്പിൾ പോലെ, അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസർക്ക് തോന്നുക ഈ പറഞ്ഞ വില ശരിയല്ല, ഇതിലെന്തോ കള്ളത്തരമുണ്ട് എന്ന്, അപ്പൊ എന്തു ചെയ്യും? നല്ല ചോദ്യമാണ്. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ വാല്യൂ കിട്ടിയില്ലെങ്കിൽ, അതായത് ഒരു യഥാർത്ഥ വിൽപ്പന നടന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ വില വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തോന്നിയാൽ നിയമത്തിൽ വേറെ വഴികൾ പറയുന്നുണ്ട്. അതാണ് വാല്യുവേഷൻ റൂൾസ്. ഉദാഹരണത്തിന്, അതേപോലത്തെ സാധനം മുമ്പ് എത്തേലേക്കാണ് വന്നതെന്ന് നോക്കാം, കമ്പാരബിൾ വാല്യൂ. അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത സാധനം ഇന്ത്യയിൽ വിൽക്കുന്ന വിലയിൽ നിന്ന് ഇവിടുത്തെ ചെലവുകളും ലാഭവുമൊക്കെ കുറച്ചിട്ട് പിന്നോട്ട് കണക്കാക്കി നോക്കാം, ഡിഡക്റ്റീവ് വാല്യൂ. അതല്ലെങ്കിൽ അത് ഉണ്ടാക്കാനെടുത്ത ചെലവ് വെച്ച് കണക്കാക്കാം, കമ്പ്യൂട്ടഡ് വാല്യൂ. ഇതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെയും ചില രീതികളുണ്ട്. ഓക്കേ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. സെക്ഷൻ 14(2) പ്രകാരം ബോർഡിന്, അതായത് CBICക്ക് ചില പ്രത്യേകതരം സാധനങ്ങൾക്ക് ഒരു താരിഫ് മൂല്യം അങ്ങോട്ട് നിശ്ചയിക്കാം. താരിഫ് മൂല്യമോ? അതെന്താണ്? അതായത് ബോർഡ് പറയും ഈ സാധനത്തിന് ഇത്ര രൂപയാണ് മൂല്യമെന്ന്. അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് വില കൊടുത്തു എന്ന് നോക്കില്ല. ഈ താരിഫ് മൂല്യത്തിന്റെ മുകളിലായിരിക്കും ടാക്സ് കണക്കാക്കുക. ഓഹോ. സാധാരണയായിട്ട് വിലയിൽ പെട്ടെന്ന് വലിയ കയറ്റിറക്കങ്ങൾ വരുന്ന സാധനങ്ങൾ, കമോഡിറ്റീസ് പോലെയുള്ളവയ്ക്കാണ് ഇങ്ങനെ താരിഫ് മൂല്യമിടാറ്. മനസ്സിലായി. നമ്മൾ സാധനം വാങ്ങുന്നത് ചിലപ്പോൾ ഡോളറിലോ യൂറോയിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ ടാക്സ് അടക്കുന്നത് ഇന്ത്യൻ രൂപയിലാണല്ലോ. അപ്പോൾ ഈ ഫോറിൻ കറൻസിയിലുള്ള വിലയെ രൂപയിലേക്ക് മാറ്റണ്ടേ?
അതിനെന്തെങ്കിലും നിയമമുണ്ടോ? സെക്ഷൻ 14 വിനിമയ നിരക്ക് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് കണ്ടു. ഉണ്ട് തീർച്ചയായും. വിദേശ കറൻസിയിലുള്ള വിലയെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റണം. അതിനുപയോഗിക്കേണ്ടത് കസ്റ്റംസ് ബോർഡ്, അതായത് CBIC, ഔദ്യോഗികമായിട്ട് നോട്ടിഫൈ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അല്ലാതെ അന്നത്തെ ഗൂഗിൾ റേറ്റ് നോക്കിയാ പോരാ? പോരാ. ഇത് CBIC നോട്ടിഫൈ ചെയ്യുന്ന റേറ്റ് ആണ്. അതും 1999 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് FEMA അനുസരിച്ച് നിർണ്ണയിക്കുന്ന റേറ്റ് ആയിരിക്കും. ഓക്കേ, ക്ലിയർ. അപ്പൊ മൂല്യം എങ്ങനെ കണക്കാക്കും എന്ന് നമ്മൾ കണ്ടു. പക്ഷേ എപ്പോഴത്തെ മൂല്യവും എപ്പോഴത്തെ ടാക്സ് റേറ്റുമാണ് എടുക്കേണ്ടത്? കാരണം സാധനം ഓർഡർ ചെയ്യുന്ന ദിവസം, ഷിപ്പ് ചെയ്യുന്ന ദിവസം, അത് ഇന്ത്യയിൽ എത്തുന്ന ദിവസം, നമ്മൾ ഈ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന ദിവസം, ഇതിനിടയിൽ റേറ്റൊക്കെ മാറാമല്ലോ. സെക്ഷൻ 15ഉം 16ഉം ഇതിനെക്കുറിച്ചാണോ? വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. സമയം അഥവാ ടൈമിംഗ് ഇവിടെ വലിയൊരു ഘടകമാണ്. കാരണം ഏത് ദിവസത്തെ ഡ്യൂട്ടി റേറ്റ് മൂല്യവുമാണ് താരിഫ് മൂല്യമുണ്ടെങ്കിൽ അതും നിങ്ങളുടെ സാധനത്തിന് ബാധകമാകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ സമയമാണ്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ സെക്ഷൻ 15 അനുസരിച്ച്, 1, നിങ്ങൾ സാധനം നേരിട്ട് ഉപയോഗിക്കാനെടുക്കുകയാണെങ്കിൽ, അതായത് ഹോം കൺസംഷൻ, വീട്ടിലേക്കോ ഫാക്ടറിയിലേക്കോ. അതെ, അതിനായി ക്ലിയർ ചെയ്യുമ്പോൾ സെക്ഷൻ 46 പ്രകാരം നിങ്ങൾ അതിന്റെ ബിൽ ഓഫ് എൻട്രി എന്ന പേപ്പർ കസ്റ്റംസിൽ കൊടുക്കുന്ന ദിവസം, ആ ദിവസത്തെ റേറ്റും വാല്യുവേഷനുമാണ് എടുക്കുക. ഓക്കേ. 2, നിങ്ങൾ സാധനം ആദ്യം ഒരു കസ്റ്റംസ് വെയർഹൌസിലേക്ക് മാറ്റി, പിന്നെ അവിടെ നിന്നെടുക്കുകയാണെങ്കിൽ സെക്ഷൻ 68 പ്രകാരം ആ വെയർഹൌസിൽ നിന്ന് ഹോം കൺസംഷനു വേണ്ടി ബിൽ ഓഫ് എൻട്രി കൊടുക്കുന്ന ദിവസം, അന്നത്തെ റേറ്റാണ് ബാധകം. അപ്പൊ അതും കൊടുക്കുന്ന ദിവസം തന്നെ? അതെ. 3, ഈ 2 കേസുമല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഡ്യൂട്ടി അടയ്ക്കുന്നത് ആ തീയതിയിലെ നിരക്ക്. ഓ, ഇപ്പോ എന്റെ ഒരു കപ്പൽ ഇന്ന് പോർട്ടിലെത്തി. പക്ഷെ ഞാൻ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നത് മറ്റന്നാളാണ്. അതിനിടയ്ക്ക് ഗവൺമെന്റ് ഡ്യൂട്ടി കൂട്ടിയെന്ന് വെക്കുക. അപ്പോൾ ഞാൻ ആ കൂടിയ റേറ്റ് കൊടുക്കേണ്ടി വരുമോ? വരും. അതാണ് പോയിന്റ്. നിങ്ങൾ ബിൽ ഓഫ് എൻട്രി എന്ന് ഫയൽ ചെയ്യുന്നു എന്നതിനാണ് പ്രാധാന്യം, സാധനം എന്നെത്തി എന്നതിനല്ല. അതുകൊണ്ട് ഈ പേപ്പർ വർക്ക് താമസിപ്പിക്കുന്നത് ചിലപ്പോൾ പോക്കറ്റ് കാലിയാക്കും. അതെ. ഇനി കയറ്റുമതിയുടെ കാര്യോ? സെക്ഷൻ 16. കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ സെക്ഷൻ 16 സാധാരണയായിട്ട് നിങ്ങൾ കയറ്റുമതിക്കുള്ള ഷിപ്പിംഗ് ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കസ്റ്റംസ് ഓഫീസർ എല്ലാം പരിശോധിച്ച് കയറ്റുമതിക്ക് അനുമതി തരും. അതിനൊരു ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ സെക്ഷൻ 51 എന്ന് പറയും. ആ ഓർഡർ നൽകുന്ന തീയതി, ആ ഓർഡർ കിട്ടുന്ന തീയതി. അതെ, ആ തീയതിയിലെ റേറ്റും വാല്യുവേഷനുമാണ് കയറ്റുമതി തീരുവ കണക്കാക്കാൻ എടുക്കുന്നത്. ഇനി ഇതല്ലാത്ത മറ്റ് കേസുകളാണെങ്കിൽ തീരുവ അടയ്ക്കുന്ന തീയതിയിലെ റേറ്റ്. കൊള്ളാം. അപ്പോ ഇറക്കുമതിയായാലും കയറ്റുമതിയായാലും ഈ ഡോക്യുമെന്റ്സൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ റേറ്റ് മാറി പണി കിട്ടാം. തീർച്ചയായും. ശരി. അപ്പൊ വാല്യൂ എങ്ങനെ, ഏത് ടൈമിലെ റേറ്റ് എന്നും കണ്ടു. ഇനി ഇതെല്ലാം വെച്ച് ഫൈനലായിട്ട് ഡ്യൂട്ടി കണക്കാക്കുന്ന പ്രോസസ്സ് എന്താണ്? സെക്ഷൻ 17 അസസ്മെന്റ് അഥവാ തീരുവ നിർണയം എന്നാണല്ലോ പറയുന്നത്. ഇതാരാണ് ചെയ്യുന്നത്? നമ്മളോ കസ്റ്റംസോ? നല്ല ചോദ്യം. ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാഥമികമായി ഇത് സെൽഫ് അസസ്മെന്റ് ആണ്. ഓ, നമ്മൾ തന്നെയാണോ? അതെ. ഇറക്കുമതിക്കാരനോ കയറ്റുമതിക്കാരനോ ആയ നിങ്ങൾ തന്നെയാണ് ആദ്യം തീരുവ കണക്കാക്കേണ്ടത്. സെക്ഷൻ 17(1) നിങ്ങൾ ബിൽ ഓഫ് എൻട്രിയിലോ ഷിപ്പിംഗ് ബില്ലിലോ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ട് ബാധകമായ തീരുവ ഇത്രയാണെന്ന് സ്വയം കണക്കാക്കി കാണിക്കണം. ഞാൻ ചുമ്മാ ഒരു കണക്ക് കാണിച്ചാ മതിയോ? കസ്റ്റംസ് അത് വെറുതെ വിശ്വസിക്കോ? അവര് ചെക്ക് ചെയ്യില്ലേ? വിശ്വസിക്കണമെന്നില്ല, അവർക്ക് പരിശോധിക്കാം. നിങ്ങൾ കൊടുത്ത സെൽഫ് അസസ്മെന്റ് ശരിയാണോ എന്ന് നോക്കാൻ പ്രോപ്പർ ഓഫീസർക്ക് അധികാരമുണ്ട്. സെക്ഷൻ 17(2) അവർക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നോക്കാം, വേണമെങ്കിൽ സാധനം നേരിട്ട് പരിശോധിക്കാം, സാമ്പിൾ എടുത്ത് ലാബിലെ ടെസ്റ്റിനയക്കാം. ഓക്കേ. ഏതൊക്കെ കേസ് പരിശോധിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നത് സാധാരണയായി റിസ്ക് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. നിങ്ങളുടെ കണക്ക് ശരിയല്ലെന്ന് അവർക്ക് തോന്നിയാൽ അവർക്ക് തീരുവ വീണ്ടും കണക്കാക്കാം, റീഅസസ് ചെയ്യാം. സെക്ഷൻ 17(4) അവരെ റീഅസസ് ചെയ്ത തുക എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? എനിക്ക് തർക്കമുണ്ടെങ്കിൽ? നിങ്ങൾ സിംഗിൾസ് അസസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഓഫീസർ റീഅസസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളത് സമ്മതിക്കുന്നില്ലെങ്കിൽ, എന്തുകൊണ്ട് അങ്ങനെ റീഅസസ് ചെയ്തു എന്നുള്ള കാരണങ്ങൾ കാണിക്കുന്ന ഒരു സ്പീക്കിംഗ് ഓർഡർ അവർ 15 ദിവസത്തിനുള്ളിൽ തരണം. സെക്ഷൻ 17(5) കാരണം പറയണം. അതെ. ആ ഓർഡറിനെതിരെ നിങ്ങൾക്ക് പിന്നീട് അപ്പീൽ പോകാം.
മനസ്സിലായി. ഇനി ചില കേസുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ഒരു ലാബ് റിപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് വരാൻ വൈകും. അങ്ങനെയൊക്കെ വരുമ്പോൾ അസസ്മെന്റ് പെൻഡിംഗ് വെക്കോ? സെക്ഷൻ 18 പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അതെ, ചില സാഹചര്യങ്ങളിൽ ഫൈനൽ ഡ്യൂട്ടി തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ വാല്യുവേഷന് കൂടുതൽ അന്വേഷണം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ താൽക്കാലികമായിട്ട് ഒരു അസസ്മെന്റ് നടത്താൻ ഓഫീസർക്ക് അനുവാദം കൊടുക്കാം. സെക്ഷൻ 18 അതാണ് പ്രൊവിഷണൽ അസസ്മെന്റ്. ഓക്കെ, അപ്പോ താൽക്കാലികമായിട്ട് ഒരു തുക അടച്ചാൽ മതിയോ? അതെ, നിങ്ങളൊരു ഏകദേശ കണക്കിൽ താൽക്കാലികമായി ഡ്യൂട്ടി അടയ്ക്കുന്നു. പക്ഷേ ഫൈനലായിട്ട് വരാൻ സാധ്യതയുള്ള ഡ്യൂട്ടിയും ഈ താൽക്കാലികമായി അടച്ചതും തമ്മിലുള്ള വ്യത്യാസത്തിന് ഒരു ബോണ്ടോ അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടിയോ മറ്റോ കൊടുക്കേണ്ടി വരും. ഒരു സെക്യൂരിറ്റി പോലെ. അതെ. പിന്നെ എല്ലാ ഡോക്യുമെന്റ്സും കിട്ടിക്കഴിഞ്ഞാൽ നിയമം പറയുന്ന സമയത്തിനുള്ളിൽ സെക്ഷൻ 18(1)(a) ഫൈനൽ അസസ്മെന്റ് നടത്തണം. അപ്പോൾ യഥാർത്ഥ ഡ്യൂട്ടി നിങ്ങൾ അടച്ചതിനേക്കാൾ കൂടുതലാണെങ്കിൽ ബാക്കി അടയ്ക്കണം. കുറവാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ കിട്ടും. സെക്ഷൻ 18(2). റീഫണ്ടും കിട്ടുമോ? കിട്ടും. ഇനി ഈ റീഫണ്ട് തരാൻ കസ്റ്റംസ് 3 മാസത്തിൽ കൂടുതൽ വൈകിയാൽ നിങ്ങൾക്ക് ആ വൈകിയ കാലയളവിലേക്ക് പലിശയും കിട്ടും. സെക്ഷൻ 18(4). അത് നല്ലൊരു കാര്യമാണ്. ശരിയാണ്. ഇനി എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് വരാം. ഈ ഡ്യൂട്ടി അടയ്ക്കാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ? അതായത് എക്സംഷൻസ്, അല്ലെങ്കിൽ അടച്ചത് തിരികെ കിട്ടുമോ? റീഫണ്ട്. സെക്ഷൻ 25 എക്സംഷനെ കുറിച്ചാണോ പറയുന്നത്? അതെ, സെക്ഷൻ 25 സർക്കാരിന് നല്ലൊരു പവർ കൊടുക്കുന്നുണ്ട്. പൊതു താൽപര്യാർത്ഥം, അതായത് രാജ്യത്തിന് നല്ലതാണെന്ന് തോന്നിയാൽ ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി മൊത്തമായോ ഭാഗികമായോ ഒഴിവാക്കാം. ആർക്ക് വേണേലും കിട്ടുമോ? അത് ഒന്നുകിൽ എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിൽ ആബ്സല്യൂട്ട്ലി ആകാം, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് വെച്ചിട്ടാകാം. സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. ഇന്ന നിബന്ധനകൾ പാലിച്ചാൽ മാത്രം ഇളവ് കിട്ടും എന്ന രീതിയിലും വരാം. ഈ ഇളവുകൾക്കുള്ള നോട്ടിഫിക്കേഷൻ എപ്പോഴും നിലനിൽക്കുമോ? അതിന് കാലാവധിയൊന്നുമില്ലേ? സെക്ഷൻ 25(4)(a)യിൽ എന്തോ കാലാവധിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ചുനാൾ മുൻപ് വന്ന ഒരു മാറ്റമാണത്. സെക്ഷൻ 25(4)(a) പറയുന്നത് ഒരു നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം കാലാവധി എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൻ 25(1) പ്രകാരം ഇറക്കുന്ന പൊതുവായ ഇളവ് നോട്ടിഫിക്കേഷനുകൾക്ക്, ജനറൽ എക്സംഷൻസ്, അത് ഇറക്കിയ തീയതി മുതൽ സാധാരണയായി 2 വർഷത്തെ കാലാവധിയേ ഉണ്ടാകൂ. ഇതിനൊരു സൺസെറ്റ് ക്ലോസ് എന്ന് പറയും. ഓഹോ, അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ആ ഇളവ് തീരുമോ? സാധാരണഗതിയിൽ തീരും, സർക്കാർ അത് പുതുക്കിയില്ലെങ്കിൽ. പക്ഷേ പേടിക്കണ്ട, പ്രധാനപ്പെട്ട പല ഇളവുകളെയും ഈ 2 വർഷത്തെ കാലാവധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്ങനെയുള്ളവ? ഉദാഹരണത്തിന്, ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ഒപ്പിട്ട ട്രേഡ് എഗ്രിമെന്റ്സ് പ്രകാരമുള്ള ഇളവുകൾ, UN ഡിപ്ലോമാറ്റ്സൊക്കെയായി ബന്ധപ്പെട്ട ഇളവുകൾ, നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി സ്കീമുകൾ, സർക്കാരിൻ്റെ വലിയ പ്രൊജക്റ്റുകൾ, പിന്നെ റീഇമ്പോർട്ട്, ടെമ്പററി ഇമ്പോർട്ട്, ഗിഫ്റ്റ്, ബാഗേജ്, ഇതിനൊക്കെയുള്ള ഇളവുകൾ. അതുപോലെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി BCD അല്ലാത്ത മറ്റു ഡ്യൂട്ടികൾക്ക്, ഉദാഹരണത്തിന് IGSTക്ക് കൊടുക്കുന്ന ഇളവുകൾ, ഇതിനൊന്നും ഈ 2 വർഷത്തെ കാലയളവ് ബാധകമല്ല. ഓക്കെ, അപ്പോൾ ഒരു ആശ്വാസമായി. സാധാരണ ആവശ്യമുള്ള പലതിനും ഇത് ബാധകമല്ല. ഇനി അടച്ചുപോയ ഡ്യൂട്ടി തിരികെ കിട്ടുന്നതിനെക്കുറിച്ച് നോക്കാം. റീഫണ്ട്. സെക്ഷൻ 26(26)(a) ഒക്കെ ഇതാണോ? അതെ, സെക്ഷൻ 26 പറയുന്നത് നിങ്ങൾ കയറ്റുമതി ഡ്യൂട്ടി അടച്ചൊരു സാധനം പുറത്തേക്ക് അയച്ചു. പക്ഷേ അതവിടെ വിൽക്കാൻ പറ്റിയില്ല. 1 വർഷത്തിനുള്ളിൽ അത് ഇന്ത്യയിലേക്ക് തിരിച്ചിറക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടച്ച കയറ്റുമതി ഡ്യൂട്ടി തിരികെ കിട്ടാൻ അപേക്ഷിക്കാം. സാധനം തിരികെ ക്ലിയർ ചെയ്ത് 6 മാസത്തിനകം അപേക്ഷ കൊടുക്കണം. ഓക്കെ. സെക്ഷൻ 26(a) കുറച്ചുകൂടി സാധാരണയായി സംഭവിക്കാവുന്ന ഒന്നാണ്. നിങ്ങൾ ഇറക്കുമതി ഡ്യൂട്ടി അടച്ചൊരു സാധനം കൊണ്ടുവന്നു, പക്ഷേ അത് ഡാമേജ് ആയിട്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സ്പെസിഫിക്കേഷൻ അല്ല അതിനുള്ളത്. അങ്ങനെ വന്നാൽ നിങ്ങൾ അടച്ച ഇറക്കുമതി ഡ്യൂട്ടി തിരികെ കിട്ടാൻ വഴിയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. 1, ആ സാധനം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. 2, നിങ്ങളതിന് വേറെ വല്ല റീഫണ്ടും, ഉദാഹരണം ഡ്രോബാക്ക് വാങ്ങിയിട്ടുണ്ടാകരുത്. 3, നിങ്ങൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് 30 ദിവസത്തിനകം ഇത് നീട്ടിക്കിട്ടാൻ അപേക്ഷിക്കാം. ആ സാധനം ഒന്നുകിൽ തിരിച്ചു കയറ്റി അയക്കണം, അല്ലെങ്കിൽ കസ്റ്റംസിനെ വിട്ടുകൊണ്ട് നശിപ്പിക്കാൻ സമ്മതിക്കണം. ഈ 3 കാര്യം ചെയ്താൽ അത് കഴിഞ്ഞ് 6 മാസത്തിനകം റീഫണ്ടിന് അപേക്ഷിക്കാം. ശരി. ഇനിയിപ്പോൾ ഇതൊന്നുമല്ലാതെ വേറെ ഏതെങ്കിലും കാരണത്താൽ ഞാൻ അധികം ഡ്യൂട്ടി അടച്ചുപോയി,
കണക്ക് കൂട്ടിയതിൽ തെറ്റുപറ്റിയെന്നിരിക്കട്ടെ. അപ്പോൾ റീഫണ്ട് കിട്ടുമോ? കിട്ടും. അതിനുള്ള പൊതുവായ വകുപ്പാണ് സെക്ഷൻ 27. ഏതൊരു കാരണവശാലും നിങ്ങൾ അടച്ച ഡ്യൂട്ടിയോ പലിശയോ നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ സെക്ഷൻ 27 പ്രകാരം ക്ലെയിം ചെയ്യാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയപരിധിയാണ്. എത്രയാണ് സമയം? നിങ്ങൾ പണമടച്ച തീയതി മുതൽ 1 വർഷത്തിനകം റീഫണ്ടിന് അപേക്ഷിക്കണം. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ കിട്ടില്ല. 1 വർഷം മാത്രം? അതെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്ന തത്വമാണ്. അന്യായമായ നേട്ടം. അതെന്താണ്? അതായത് നിങ്ങൾ അധികമായി അടച്ച ഡ്യൂട്ടി നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സാധനത്തിന്റെ വിലയുടെ കൂടെ വാങ്ങിയിട്ടുണ്ടോ, അതോ ആ നഷ്ടം നിങ്ങൾ തന്നെയാണോ സഹിച്ചത്? നിങ്ങൾ അത് കസ്റ്റമറുടെ മേൽ ചാരിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തരില്ല. കാരണം അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഇരട്ടി ലാഭമാവില്ലേ? ശരിയാണല്ലോ. ഓക്കെ. അപ്പോ ആ ഭാരം നിങ്ങൾ തന്നെയാണ് സഹിച്ചതെന്ന് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഇത് സെക്ഷൻ 28C, 28D എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ പറയുന്നത് നിങ്ങൾ ബില്ലിലൊക്കെ ഡ്യൂട്ടി കാണിക്കണമെന്നും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭാരം കൈമാറിയെന്നാണ് അനുമാനിക്കുക എന്നുമാണ്. ഓക്കെ. അപ്പോ ഈ 1 വർഷത്തെ ടൈം ലിമിറ്റ് വളരെ പ്രധാനമാണ്. പക്ഷെ ഞാൻ കസ്റ്റംസ് പറഞ്ഞ തുക തെറ്റാണെന്ന് കരുതി എന്നാലും കേസ് ഒഴിവാക്കാൻ അണ്ടർ പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് പൈസ അടച്ചതെങ്കിലോ? അപ്പോഴും ഈ 1 വർഷം ബാധകമാണോ? അല്ല. വളരെ നല്ല പോയിന്റ്. നിങ്ങൾ അണ്ടർ പ്രൊട്ടസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയാണ് പണം അടച്ചതെങ്കിൽ ഈ 1 വർഷത്തെ സമയപരിധി ബാധകമല്ല. സെക്ഷൻ 27 പ്രൊവിസോ. പിന്നീട് കോടതി വിധിയോ മറ്റോ നിങ്ങൾക്ക് അനുകൂലമായി വന്നാൽ 1 വർഷം കഴിഞ്ഞാലും റീഫണ്ട് ക്ലെയിം ചെയ്യാം. അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ 1 വർഷം കണക്കാക്കുന്നത് പണമടച്ച തീയതി മുതലായിരിക്കില്ല. ഉദാഹരണത്തിന് ഒരു കോടതി വിധി വന്നതിന് ശേഷമാണ് റീഫണ്ടിന് അർഹത വരുന്നതെങ്കിൽ ആ വിധിയുടെ തീയതി മുതലാണ് 1 വർഷം നോക്കുക. സെക്ഷൻ 27(1)(b). ഓക്കെ. അത് ക്ലിയറായി. ഇനി നാണയത്തിന്റെ മറ്റേ വശം. നമ്മൾ ഡ്യൂട്ടി അടയ്ക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ എന്ത് സംഭവിക്കും? അടയ്ക്കാതിരിക്കുകയോ കുറച്ചടയ്ക്കുന്നയോ അല്ലെങ്കിൽ തെറ്റായ റീഫണ്ട് വാങ്ങുകയൊക്കെ ചെയ്താൽ കസ്റ്റംസ് എന്തു ചെയ്യും? സെക്ഷൻ 28 ആണോ അത്? അതെ, സെക്ഷൻ 28 ആണ് ഡിമാൻഡ് ആൻഡ് റിക്കവറി. അതായത് തീരുവ ചുമത്തിയില്ല, നോൺ ലെവി, കുറച്ചു ചുമത്തി, ഷോർട്ട് ലെവി, അടച്ചില്ല, നോൺ പേയ്മെന്റ്, കുറച്ചടച്ചു, ഷോർട്ട് പേയ്മെന്റ്, അല്ലെങ്കിൽ അർഹതയില്ലാത്ത റീഫണ്ട് വാങ്ങി, എറോണിയസ് റീഫണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ ആ തുക തിരിച്ചുപിടിക്കാൻ കസ്റ്റംസിന് അധികാരമുണ്ട്. അതിനും സമയപരിധിയുണ്ടോ? ഉണ്ട്. ഇവിടെ 2 തരം സമയപരിധിയുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് മനഃപൂർവ്വമല്ലാത്തൊരു തെറ്റാണ് പറ്റിയതെങ്കിൽ, അതായത് വഞ്ചന, കൊല്യൂഷൻ, അറിഞ്ഞുകൊണ്ട് തെറ്റായ വിവരം നൽകൽ, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെന്റ്, കാര്യങ്ങൾ മറച്ചുവയ്ക്കൽ, സപ്രഷൻ ഓഫ് ഫാക്ട്സ്, ഇതൊന്നും ഇല്ലെങ്കിൽ. സാധാരണ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിയത്. അതെ. അങ്ങനെയുള്ള കേസിൽ കസ്റ്റംസ് ഒരു റെലവന്റ് ഡേറ്റ്, ഉദാഹരണത്തിന് ക്ലിയറൻസ് ഓർഡർ ഡേറ്റ് അല്ലെങ്കിൽ റീഫണ്ട് കൊടുത്ത ഡേറ്റ് മുതൽ 2 വർഷത്തിനകം നിങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്, ഷോ കോസ് നോട്ടീസ് തരണം. 2 വർഷം? അതെ. ഇപ്പോൾ ഒരു പുതിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ നോട്ടീസ് തരുന്നതിന് മുൻപ് നിങ്ങളുമായി ഒരു കൺസൾട്ടേഷൻ നടത്താനും സാധ്യതയുണ്ട്. സെക്ഷൻ 28(1)(a) പ്രൊവിഷോ. ഒരു പ്രീ നോട്ടീസ് കൺസൾട്ടേഷൻ. ഓക്കെ. ഇനിയിപ്പോ ഞാൻ അറിഞ്ഞോണ്ട് വെട്ടിച്ചതാണെങ്കിലോ? അവിടെയാണ് വ്യത്യാസം. നിങ്ങളിത് ചെയ്തത് ഈ പറഞ്ഞ വഞ്ചന, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെന്റ്, സപ്രഷൻ ഓഫ് ഫാക്ട്സ് ഒക്കെ കൊണ്ടാണെന്ന് കസ്റ്റംസിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ നോട്ടീസ് അയക്കാനുള്ള സമയം 5 വർഷമായി മാറും. സെക്ഷൻ 28(4). 5 വർഷം? അത് വലിയ വ്യത്യാസമാണല്ലോ. അതെ, അത് ഗുരുതരമായ കുറ്റമാണ്. എന്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ കുറച്ചാണ് ഡ്യൂട്ടി അടച്ചതെന്ന് എനിക്ക് തന്നെ പിന്നീട് മനസ്സിലായി. കസ്റ്റംസ് നോട്ടീസ് തരുന്നതിന് മുമ്പ് എനിക്ക് സ്വയം പോയി ബാക്കി പൈസ അടയ്ക്കാൻ പറ്റോ? അങ്ങനെ ചെയ്താൽ പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റോ? പറ്റും. സെക്ഷൻ 28 അതിനവസരം തരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം തെറ്റുബോധ്യപ്പെട്ടാൽ SCN വരുന്നതിന് മുമ്പ് തന്നെ കുറവുള്ള ഡ്യൂട്ടിയും അതിന്റെ പലിശയും കൂടി സ്വമേധയാ അടയ്ക്കാം. അങ്ങനെ ചെയ്താൽ സാധാരണഗതിയിൽ പിന്നെ തുടർ നടപടികൾ ഉണ്ടാവില്ല. സെക്ഷൻ 28(1)(b), 28(2). അത് കൊള്ളാം. ഇനി വഞ്ചനയൊന്നുമില്ലാത്ത നോർമൽ കേസിൽ നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയതിന് ശേഷമാണെങ്കിലും 30 ദിവസത്തിനകം പലിശയടക്കം ഫുൾ എമൗണ്ട് അടച്ചാൽ പിഴ ഒഴിവാക്കി കേസ് അവസാനിപ്പിക്കാനും വ്യവസ്ഥയുണ്ട്. സെക്ഷൻ 28(2) പ്രൊവിസോ. ഓക്കെ. ഈ പലിശയുടെ കാര്യം പറഞ്ഞല്ലോ. ഡ്യൂട്ടി അടയ്ക്കാൻ വൈകിയാൽ പലിശ കൊടുക്കണോ? നിർബന്ധമായും കൊടുക്കണം. സെക്ഷൻ 28(a) പറയുന്നത് നിങ്ങൾ അടയ്ക്കേണ്ട ഡ്യൂട്ടി യഥാസമയം അടച്ചില്ലെങ്കിൽ
വൈകിയ കാലയളവിലേക്ക് പലിശ കൊടുക്കണമെന്നാണ്. അതിന്റെ റേറ്റ് സർക്കാർ നോട്ടിഫൈ ചെയ്യും. അത് 10%-നും 36%-നും ഇടയിലാകാം. ഓ, നല്ല റേറ്റാണല്ലോ. അതെ, എന്നാണോ ഡ്യൂട്ടി അടയ്ക്കേണ്ടിയിരുന്നത് അതിന്റെ പിറ്റേ മാസം മുതൽ അടയ്ക്കുന്ന മാസം വരെ ഈ പലിശ കണക്കാക്കും. അതുകൊണ്ട് ഡ്യൂട്ടി അടയ്ക്കാൻ വൈകുന്നത് വലിയ നഷ്ടമാകും. ശരിയാണ്. ഈ 5-ാം അധ്യായം വലിയൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില റെഫറൻസുകൾ കണ്ടു, VA പോലുള്ള അധ്യായങ്ങളിലേക്ക്. പ്രത്യേകിച്ച് റീഫണ്ടുമായി ബന്ധപ്പെട്ട അൺജസ്റ്റ് എൻറിച്ച്മെന്റ്, പിന്നെ ട്രേഡ് എഗ്രിമെന്റ്സ്, അതൊന്ന് ചുരുക്കി പറയാമോ? പറയാം. അധ്യായം VAയിലെ സെക്ഷൻ 28C, 28D നമ്മൾ നേരത്തെ റീഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചില്ലേ, അതാണ്. 28C പറയുന്നത് നിങ്ങൾ സാധനം വിൽക്കുമ്പോൾ ബില്ലിലൊക്കെ ഡ്യൂട്ടി എമൗണ്ട് കാണിക്കണമെന്നാണ്. 28D ഒരു അനുമാനമുണ്ടാക്കുന്നു. അതായത് നിങ്ങൾ ഡ്യൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാരം നിങ്ങൾ കസ്റ്റമർക്ക് കൈമാറി എന്നാണ് കസ്റ്റംസ് കരുതുക. നിങ്ങൾ അങ്ങനെയല്ല എന്ന് തെളിയിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് റീഫണ്ടിന് ഭാരം സഹിച്ചത് നമ്മളാണെന്ന് തെളിയിക്കേണ്ടി വരുന്നത്. അതെ. ഇനി അധ്യായം VAയിലെ സെക്ഷൻ 28DA. ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്ക് ഒരുപാട് രാജ്യങ്ങളുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് FTAs ഉണ്ടതോ. ആ എഗ്രിമെന്റ്സ് പ്രകാരം കുറഞ്ഞ ഡ്യൂട്ടി റേറ്റ്, പ്രെഫറൻഷ്യൽ റേറ്റ് കിട്ടണമെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോ FTA ബെനിഫിറ്റ് കിട്ടാൻ പ്രത്യേക പ്രൊസീജിയർ ഉണ്ടല്ലേ? ഉണ്ട്. നിങ്ങൾ ആ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനം ആ എഗ്രിമെന്റിലെ റൂൾസ് ഓഫ് ഒറിജിനൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഡിക്ലെയർ ചെയ്യണം. അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ പോലുള്ള രേഖകൾ കയ്യിൽ വയ്ക്കണം. കസ്റ്റംസിന് അത് വെരിഫൈ ചെയ്യാം. അവർക്ക് സംശയമുണ്ടെങ്കിൽ ക്ലെയിം തടഞ്ഞുവെക്കാനും കൂടുതൽ വിവരങ്ങൾ ചോദിക്കാനും അവസാനം വേണമെങ്കിൽ നിരസിക്കാനും ഒക്കെ അധികാരമുണ്ട്. അപ്പോൾ FTAയുടെ ഗുണം കിട്ടണമെങ്കിൽ ഈ പ്രൊസീജിയറൊക്കെ കറക്റ്റായി ഫോളോ ചെയ്യണം. വളരെ വിശദമായി നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തു. 1962 കസ്റ്റംസ് നിയമത്തിലെ 5-ാം അധ്യായം, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഡ്യൂട്ടി എങ്ങനെ കണക്കാക്കുന്നു, എപ്പോ ഇളവ് കിട്ടും, എങ്ങനെ തിരികെ കിട്ടും, അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാത്തിന്റെയും ഒരു കാതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോ നിങ്ങൾ കേൾക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്? 1, ഡ്യൂട്ടി കണക്കാക്കുന്നത് വാല്യൂനെയും, സാധാരണയായി ട്രാൻസാക്ഷൻ വാല്യൂ സെക്ഷൻ 14, ടൈമിനെയും, ഡോക്യുമെന്റ് ഫയൽ ചെയ്യുന്ന ഡേറ്റ് സെക്ഷൻ 15, 16 ആശ്രയിച്ചാണ്. 2, ആദ്യം നമ്മൾ തന്നെ ഡ്യൂട്ടി കണക്കാക്കണം, സെൽഫ് അസസ്മെന്റ് സെക്ഷൻ 17. പക്ഷേ കസ്റ്റംസ് അത് പരിശോധിക്കാം. ശരിയാണ്. 3, സർക്കാരിന് ഡ്യൂട്ടിയിൽ ഇളവ് തരാം, സെക്ഷൻ 25. പക്ഷെ അതിന് കണ്ടീഷൻസും ചിലപ്പോൾ ടൈം ലിമിറ്റും സെക്ഷൻ 25(4)യും ഉണ്ടാവാം. 4, റീഫണ്ടിനും സെക്ഷൻ 27, റിക്കവറിക്കും സെക്ഷൻ 28 ഒക്കെ കൃത്യമായ സമയപരിധികളുണ്ട്. ആ ടൈം ലിമിറ്റ് മിസ്സായ പൈസ പോവും. അതെ. വാല്യുവേഷൻ റൂൾസ് സെക്ഷൻ 14, ഡേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് സെക്ഷൻ 15, 16, അസസ്മെന്റ് പ്രൊസീജിയർ സെക്ഷൻ 17, 18, എക്സംഷൻസ് സെക്ഷൻ 25, റീഫണ്ട് പ്രത്യേകിച്ച് സെക്ഷൻ 27ലെ 1 വർഷത്തെ ടൈം ലിമിറ്റും അൺജസ്റ്റ് എൻറിച്ച്മെന്റും, പിന്നെ റിക്കവറി സെക്ഷൻ 28ലെ 2 വർഷം, 5 വർഷം പലിശ. ഇതൊക്കെ അറിയുന്നത് ഇന്റർനാഷണൽ ട്രേഡിലുള്ള ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായും. അപ്പോ നിങ്ങൾക്ക്, അതായത് ഈ കേൾക്കുന്നവർക്ക് ഇതിൽ നിന്ന് എന്ത് ഗുണമാണുള്ളത്? ഈ നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ബിസിനസ്സിലെ കോസ്റ്റ് കൂടുതൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം. നിയമം തെറ്റിക്കാതെ നോക്കാം. ഫൈനും കേസുമൊക്കെ ഒഴിവാക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട വല്ല ഇളവോ റീഫണ്ടോ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ നോക്കാനും പറ്റും. അതെ. ഇനി നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെക്ഷൻ 25(4)A പ്രകാരം പല ജനറൽ എക്സംഷൻ നോട്ടിഫിക്കേഷനുകൾക്കും ഇപ്പോൾ 2 വർഷത്തെ സൺസെറ്റ് ക്ലോസ് ഉണ്ട്. പ്രധാനപ്പെട്ട പലതിനെയും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒഴിവാക്കൽ ലിസ്റ്റിൽ പെടാത്ത, എന്നാൽ നിലവിലെ ഡ്യൂട്ടി ഇളവുകളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് കാണുമല്ലോ. ഉണ്ടാവും. അപ്പോൾ ഓരോ 2 കൊല്ലം കൂടുമ്പോഴും ഈ ഇളവ് നീട്ടി കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ വരുന്നത് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിന്റെ ലോങ് ടേം ബിസിനസ് പ്ലാനിങ്ങിനെ എങ്ങനെ ബാധിക്കാം? ഇത് ഗവൺമെന്റിനെ കൊണ്ട് പോളിസികൾ കൃത്യമായി റിവ്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുമോ, അതോ ഇൻഡസ്ട്രിയിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുമോ? ജസ്റ്റ് എ തോട്ട്. അതൊരു നല്ല ചോദ്യമാണ്, ചിന്തിക്കേണ്ട വിഷയം തന്നെ. എന്തായാലും കസ്റ്റംസ് തീരുവയുടെ ഈ ലോകം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ സംഭാഷണം നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. പ്രതീക്ഷിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.